آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما ويفعلون ما يؤمرون. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് വിളിച്ചു പറയുകയാ, ഏ സഹോദരാ, ഏ സഹോദരി, നീ വേണമെങ്കിൽ നിന്റെ സ്വന്തം ശരീരത്തെയും നിന്റെ കുടുംബത്തെയും നീ സൂക്ഷിച്ചോ. നാളെ കത്തിയെരിയുന്ന നരക കുണ്ടാരത്തിൽ നിന്ന് നീ സൂക്ഷിച്ചോ. സ്നേഹമൊക്കെ ഇവിടെ വെച്ച് തീരും മരിക്കുന്നതോടുകൂടി. ഇപ്പൊ നമ്മുടെ ഭാര്യ മരിച്ചു, 10 വർഷം ഭാര്യ മരിച്ചു, 10 വർഷം കഴിഞ്ഞിട്ട് ആ ഭർത്താക്കന്മാർ ഇപ്പൊ ആ ഭാര്യയെ കുറിച്ച് ആരും ചിന്തിക്കാറുണ്ടോ? പ്രത്യേകിച്ച് രണ്ടാമത് കല്യാണം കഴിച്ച ഭർത്താക്കന്മാർ ചിന്തിക്കാറുണ്ടോ? മരിച്ചുപോയ ഭർത്താവ് ഭാര്യ, ആ ഭാര്യ ചിന്തിക്കാറുണ്ടോ? 10 വർഷം എന്റെ ഭർത്താവ് മരിച്ചിട്ട്. പിന്നെ ഇതേപോലെ വാങ്ങു നടക്കുമ്പോ മരിച്ചുപോയ ഭർത്താവിനുണ്ട് വിവാഹക്കാർ 101 രൂപ. ഭയങ്കര കഷ്ടമാണ്. 101 രൂപ ഭർത്താവിന് അത്ര വലിയ എന്താണ്, ഒരു 10,000 കൊടുക്കുന്ന പ്രതീതിയോട് കൂടിയാണ് ഭർത്താവിന്റെ 101 റുപ്യ. 101 രൂപയ ഭർത്താവിന്റെ വില. വാപ്പാക്ക് മരിച്ചു, വാപ്പാക്ക് ദ്വാരക്കാർ 51 രൂപ. കഷ്ടപ്പെട്ട് വളർത്തി 50 ലക്ഷം റുപ്യ കൊടുത്ത് ഡിഗ്രി എടുപ്പിച്ച് നല്ല സ്ഥാനത്ത് കൊണ്ട് പഠിപ്പിച്ച് വലുതാക്കി നല്ല ഒരു അവസ്ഥയിൽ എത്തിച്ച വാപ്പാക്ക് മകൻ കൊടുക്കുന്ന സംഭാവന 51 രൂപ മരിച്ചുപോയ വാപ്പാക്ക്. നമ്മൾ ഇത്രേ ചെയ്യുള്ളൂ, മനസ്സിലായില്ലേ? നമ്മൾ ഇത്രേ ചെയ്യുള്ളൂ. ഓരോ മാതാപിതാക്കളും കബറിനകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മുടെ മരിച്ചുപോയ ഉപ്പമാർക്ക് വേണ്ടി ചെയ്യാത്ത മക്കളെ, ഉമ്മമാർക്ക് വേണ്ടി ചെയ്യാത്ത മക്കളെ, മരിച്ചുപോയ ഭർത്താക്കന്മാർക്ക് വേണ്ടി ചെയ്യാത്ത ഭാര്യമാരെ, മരിച്ചുപോയ ഭാര്യമാർക്ക് വേണ്ടി ചെയ്യാത്ത ഭർത്താക്കന്മാരെ, അവരെല്ലാം ആഖിറത്തിൽ കഷ്ടപ്പെട്ട് നിലവിളിക്കുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവർക്ക് വേണ്ടി ചെയ്യണം, അവരെ സന്തോഷിപ്പിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഇന്നല്ലാഹ ലയർഫഉ ലിൽ അബ്ദി സ്വാലിഹി ദർജതൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരടിമയ്ക്ക് സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി നൽകുമത്രേ. വയഖൂലു, അപ്പോൾ ആ സഹോദരൻ പറയുമത്രേ, യാ റബ്ബി അന്നാ ലി ഹാദി, എനിക്ക് ഈ പദവിക്ക് ഞാൻ അർഹനല്ലല്ലോ അല്ലാഹ്, എനിക്ക് എങ്ങനെയാണ് ഈ പദവി ലഭിച്ചത് എന്ന് അല്ലാഹുവിനോട് ആ കബറാളികൾ ചോദിക്കുമ്പോ അല്ലാഹു തബാരക വ തആല അല്ലാഹു പറയുമത്രേ, ബിസ്തിഗ്ഫാരി വലദിക ലക, ജീവിച്ചിരിക്കുന്ന നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമാ, ജീവിച്ചിരിക്കുന്ന മക്കൾ നിനക്ക് വേണ്ടി സദഖ ചെയ്തതിന്റെ ഫലമായിട്ട് ഞാനിപ്പോൾ നിനക്ക് ഉന്നതമായ പദവി നൽകിയിരിക്കുകയാണ് എന്ന് അല്ലാഹു